ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അവരുടെയും അള്ളാഹുവിൻ്റെയും ഇടയ്ക്ക് യാതൊരു മറയുമില്ല. അവരുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് കയറി ചെല്ലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ആ 3 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. അയാളുടെ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസ്സായിമു ഹത്താ യുഫ്തിറ, ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള അവൻ്റെ പ്രാർത്ഥന, നോമ്പ് തുറക്കുന്ന സമയം വരെ അവൻ നടത്തുന്ന പ്രാർത്ഥന. മറ്റ് ചില ഹദീസുകളിൽ കാണാം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കും, അത് സ്വീകരിക്കും. മൂന്നാമതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വദഅവത്തുൽ മദ്ലൂം, മർദ്ദിതന്റെ, പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹു തആല യാതൊരു മറയുമില്ലാതെ അല്ലാഹു തആല സ്വീകരിക്കും. തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന അല്ലാഹു പ്രത്യേകം പരിഗണിക്കും. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയം നോമ്പ് തുറയുടെ തിരക്കുകളിലും മറ്റുമൊക്കെ പെട്ടുപോകാതെ പ്രാർത്ഥനയിലും ദുആയിലുമൊക്കെയായി കഴിഞ്ഞുകൂടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.